അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഒരു അനോണിമസ് നമ്പറാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചപ്പോൾ എന്നോടൊരാൾ അസ്സലാമു അലൈക്കും പാപ്പ ഒരു 20 രൂപ വരുമോ? 20 രൂപയെ? അപ്പോൾ എൻ്റെ മൂത്ത മോൻ ബിഷറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ 20 രൂപ? അപ്പോൾ എന്നോട് പറഞ്ഞു പാപ്പ ഒരു ചായയും കടിയും മേടിക്കാനാണ്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു 20 ഞാൻ മോനെ 50 രൂപ അയച്ചു തരാം. വേണ്ട പാപ്പ 20 രൂപ മതി, ഒരു ചായയും കടി മാത്രം കഴിച്ചാൽ മതി, അതേ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഞാനാകെ അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് അവൻ്റെ ഭാഗത്തു നിന്നൊരു ഇത്തരത്തിലുള്ളൊരു ആവശ്യം എന്നോട് പറയുന്നത്. അതും തന്നെ വളരെ കുറഞ്ഞ ഒരു 20 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയൊരു സംഖ്യയാണല്ലോ. അപ്പോൾ ഈ ഒരു 20 രൂപ മാത്രം മതി എന്ന് ഞാനോ അധികം ഓഫർ ചെയ്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതിന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ് ഇവനിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനിപ്പോൾ 20 രൂപയാണ് എന്നോട് ആവശ്യപ്പെട്ട്, ഞാനൊരു 50 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട 20 മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താ അവൻ അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, ഞാൻ അവനെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക പരിമിതികളെക്കുറിച്ചും നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെക്കുറിച്ചും അതിനനുസരിച്ച് ചിലവഴിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിരുന്നു. പാപ്പായുടെ വരുമാനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെയുള്ള ബോധം അവനുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചോദിച്ചത്. വളരെ കറക്റ്റാണ്. കാരണം കഴിഞ്ഞ കലോത്സവ വേദിയിൽ സ്റ്റേറ്റിലേക്ക് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉമ്മായിൽ നിന്ന് അവന് ചെറിയ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഖ്യ കൊടുത്തിരുന്നു, 500 രൂപ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ 500 രൂപയായിട്ട് തിരിച്ചു വന്ന് അവനൊന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മ ചോദിച്ച് നീ എന്താ ഒന്നും ചിലവാക്കാത്തത്? എനിക്കൊന്നും ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയല്ലോ, പിന്നെ എനിക്ക് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായില്ല, അപ്പോൾ ഞാനത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വരുമാനങ്ങളും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. പിന്നെ ഒരു പാഠം കൂടി നമ്മൾ പകർന്നു നൽകണം. നമ്മൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അപ്പോൾ ഹലാലായ മാർഗത്തിൽ നല്ല രീതിയിൽ സമ്പാദിക്കാൻ, അത് ബിസിനസ്സിലാണെങ്കിലും അതുപോലെ ജോലിയിലാണെങ്കിലൊക്കെ നമുക്ക് ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നന്നായി പരിശ്രമിക്കണം. അങ്ങനെ ഒരു സന്ദേശം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ അവർക്ക് കൊടുക്കണം.